പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായിട്ടുള്ള ഈ നല്ല സന്ധ്യാസമയത്തിന് കർത്താവിന് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കൂട്ടിവരുത്തിയ ജനത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, തിരുവെഴുത്തുകളെ ധ്യാനിപ്പതക്കോണം പരിശുദ്ധാത്മാവ് ദൈവമേ, ഓരോരുത്തരും ചെവികളെ കർത്താവ് പരിച്ഛേദന ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബുദ്ധിമണ്ഡലത്തിൽ അനേകമായി ചിന്തകളിട്ടുകൊണ്ട് നിങ്ങളുടെ ഏകാഗ്രതയെ വ്യതിചലിപ്പിക്കുന്ന സകല ശത്രുവിൻ്റെ തന്ത്രങ്ങളിൽ നിന്നും കർത്താവേ, നിന്റെ കൃപയാൽ ഞങ്ങളുടെ ബലഹീനതയ്ക്കും ഇത് നിന്റെ കൃപ കൊണ്ട് കവിഞ്ഞ് ഈ ശബ്ദം കേൾക്കുന്ന ഓരോ ജനത്തെ നിങ്ങളിലേക്ക് ആകർഷിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃപ കൂടാതെ സാധ്യമല്ല കർത്താവ്. ഞങ്ങളെ സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. നീ ഞങ്ങളെ സ്നേഹിതനായിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു കർത്താവ്. നീ ഞങ്ങളുടെ വീണ്ടെടുപ്പ്, ഞങ്ങളുടെ നീതീകരണമായിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. യൂട്യൂബിൽ കൂടെ കേൾക്കുന്ന ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ്, അവരെ കർത്താവ് ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന ഓരോ ജനത്തെയും കർത്താവ്, അവർക്കുള്ള സകല വസ്തുവകളെയും അവരുപയോഗിക്കുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെയും നിന്റെ പ്രാശ്ചിത്ത രക്തം കൊണ്ട് മുദ്രയിട്ട് സാങ്ക്ടിഫൈ ചെയ്യുകയാണ്. മഹത്വങ്ങൾ ക്രൂശിന് കരയറ്റുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. സ്തോത്രം. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു റോമാലേഖനത്തിൻ്റെ 8-ാം അധ്യായം 1 തുടങ്ങിയുള്ള വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ചിന്തിച്ചതാണ്. ഇന്നലെ നമ്മൾ 5-ാം അധ്യായത്തിൽ തുടങ്ങി നമ്മൾ അല്പമായിട്ട് ചിന്തിച്ചു. 5-ാം വാക്യത്തിൽ നിന്ന് റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 5 ഓൺവേഴ്സ് നമ്മൾ അല്പമായിട്ട് ചിന്തിച്ചപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്നലെ ചിന്തിച്ചത്, ഈ ഫ്ലഷ് എന്ന വേർഡ് ഉപയോഗിച്ചിരിക്കുന്നത് സ്തോത്രം 2 അർത്ഥത്തിലാണ്. ഒന്ന് നമ്മുടെ ഹ്യൂമൻ ബോഡി, മറ്റൊന്ന് നമ്മുടെ ഹ്യൂമൻ നേച്ചർ. പരിശുദ്ധാത്മാവിനെ കൂടാതെയുള്ള നമ്മുടെ ഹ്യൂമൻ നേച്ചറിനെയാണ് ഫ്ലഷ് എന്നൊരു സ്ഥലത്ത് സാർക്സ് എന്ന ഈ ഗ്രീക്ക് പദം ഉപയോഗിച്ചിരിക്കുന്നത്. മറ്റൊടുത്ത് സോമ എന്ന ഗ്രീക്ക് പദമാണ് നമ്മുടെ ഹ്യൂമൻ ബോഡി. അപ്പം ഇതിൻ്റെ 2 കാര്യം, നമ്മുടെ ഹ്യൂമൻ ബോഡിയുടെ ആവശ്യങ്ങൾ നിവർത്തിക്കാൻ നമുക്ക് നാച്ചുറൽ എബിലിറ്റി ഉണ്ട്. അതിന് ദൈവത്തിൻ്റെ ആത്മാവിനോട് ചോദിക്കേണ്ട ആവശ്യകതയില്ല. നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ഡിസയേഴ്സ് തരുന്നത് ദൈവം തന്നെയാണ്. തിരുവള്ളമുണ്ടായിട്ട് നമ്മുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കുന്നത്. എന്നാൽ നമ്മുടെ സിൻഫുൾ നേച്ചറിനെ, നമ്മുടെ ഹ്യൂമൻ നേച്ചേഴ്സിനെ, സിൻഫുൾ നേച്ചേഴ്സിനെ ഓവർകം ചെയ്യുവാൻ നമ്മുടെ നാച്ചുറൽ എബിലിറ്റി കൊണ്ട് സാധ്യമല്ല. അതിന് പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യകതയുണ്ട്. അതിനെയാണ് ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കേണ്ടതും നാം ക്രിസ്തുവിനുള്ളവരായിരിക്കേണ്ട ആവശ്യകത. അതാണ് നമ്മൾ 2 കോൺട്രാസ്റ്റായിട്ട് ചിന്തിക്കുന്നത്. ജഡ സ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മ സ്വഭാവമുള്ളവർ ആത്മാവിലുള്ളതും ചിന്തിക്കുന്നു. ഇന്ന് ക്രിസ്തീയ കോളത്തിൽ, പ്രത്യേകിച്ചും പെന്തക്കോസ്തേ കോളത്തിൽ നോക്കിയാൽ ഇതിനെ നമുക്ക് വളരെ വ്യക്തമായിട്ട് തിരിച്ചറിയാം. ശുശ്രൂഷകന്മാരുടെയിലും വിശ്വാസികളുടെയിലും സഭാ നേതാക്കന്മാരുടെയിലും മറ്റൊരു പിന്നെ കണ്ടിന്യൂസ് എപ്പിസ്കോപ്പൽ സഭകളാണെങ്കിൽ അവർ ടോട്ടൽ സിന്നിൻ്റെ അടിമത്വത്തിലാണ്. പാപത്തിൻ്റെ അടിമത്വത്തിൽ അവർ മോചനം പ്രാപിച്ചിട്ടില്ല. പലതും ദൈവവചന കാര്യങ്ങൾ, പലതും വചനം പറയും, വചനം പ്രസംഗിക്കും, കൺവെൻഷനുകൾ നടത്തും, കൃപാവരങ്ങൾ ജ്വലിപ്പിക്കും. അതെല്ലാം ദുഷ്ടൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നതാണ്. എന്നാൽ വീണ്ടും ജനനം പ്രാപിച്ചവരുടെ ഉള്ളിൽ തന്നെ ഈ 2 ഫോഴ്സ്, 2 ലോ, പാപത്തിൻ്റെ മരണത്തിൻ്റെ പ്രമാണം, ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം. അപ്പം ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണത്തിനനുസരിച്ച് നാം നടക്കുകയാണെങ്കിൽ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തെ നമുക്ക് ക്രിസ്തുവേശുവിൽ ജയം പ്രാപിക്കാൻ സാധിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് വലിയ വറി ചെയ്ത് ചിന്തിച്ചേണ്ട ആവശ്യകതയില്ല. ദൈവത്തിൻ്റെ ആത്മാവെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ആത്മാവെന്ന് പറയുന്നത് ഒന്നിനോടും കമ്പയർ ചെയ്യാൻ പറ്റാത്തവണ്ണം അത്യുന്നതമായതാണ്. ശക്തിയിലാകട്ടെ, ജ്ഞാനത്തിലാകട്ടെ, വിവേകത്തിലാകട്ടെ, ഏതൊരു കാര്യത്തിലും ആകട്ടെ. അത് നമ്മൾ എഫേസ്യരിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിലും അത്യന്തമീതയാണ്. നാമം ക്രിസ്തുവിനോട് കൂടെ ഒന്നായിരിക്കുന്ന അവസ്ഥയിൽ അവയ്ക്കും അത്യന്തമീതയാണ്. ഇത് നമ്മൾ അറിവ് മാത്രമല്ല, പരിശുദ്ധാത്മാവ് നമുക്കത് വ്യക്തിപരമായിട്ട് വെളിപ്പെടുത്തി തരും. നിനക്കെതിരായി വരുന്ന ഏത് പ്രതികൂലത്തിൻ്റെ മേളിലും നീ ക്രിസ്തുവിൽ വസിച്ചാൽ, ക്രിസ്തുവിൽ ആശ്രയിച്ചാൽ, ക്രിസ്തുവിൻ്റെ ആത്മാവ് നിനക്ക് തരുന്ന എവിഡൻസ്, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ആത്മാവ് നിനക്ക് തരുന്ന ഇൻഫ്ലുവൻസിൽ നീ അബൈഡ് ചെയ്യുന്നുവെങ്കിൽ നീയും സർവത്തിനെയും ഇത് അത്യുന്നതം മീതയാണ്. ഇത് വിശ്വാസത്തെ നമ്മുടെ എക്സ്പീരിയൻസിലേക്ക് കൊണ്ടുവരണം. അല്ലാതെ വചനം പഠിച്ചു ഞാനത് വിശ്വസിക്കുന്നു പറഞ്ഞുകൊണ്ടിരുന്ന വെറും ഫൂളിഷ്നെസ് ആണത്. നിനക്കത് എക്സ്പീരിയൻസ് ചെയ്യാത്തോടത്തോളം അത് വിശ്വാസമായി പരിണമിക്കുന്നില്ല. അതിന് വേണ്ടതാണ്. അതാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ അതിനു വേണ്ടി ഒരുക്കുമ്പോൾ നമ്മുടെ പരാജയം നമുക്ക് വെളിപ്പെടുത്തും. അത് തകരേണ്ട ആവശ്യകതയില്ല. അതാണ് നമ്മുടെ നേച്ചർ, നമ്മുടെ ഹ്യൂമൻ നേച്ചർ. അതാണ്
ഹോളി സ്പിരിറ്റ് നമുക്കത് വെളിപ്പെടുത്തി തരുന്നതാണ്. കുഞ്ഞ്, നിന്റെ നേച്ചർ എത്രയാണ്, നിന്റെ ക്രിസ്തുവിൽ നീ അത് സമ്പൂർണ്ണതയായിട്ടില്ല. ഈ ഒരു പ്രത്യേക സബ്ജക്റ്റിൽ നീ ഫെയിൽ ആകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നീ ആ പെർട്ടിക്കുലർ റിലേഷനിൽ സമ്പൂർണ്ണതയിലേക്ക് വന്നിട്ടില്ല, പെർഫെക്ഷനിലേക്ക് വന്നിട്ടില്ല. ഭയപ്പെടേണ്ട. ജസ്റ്റ് സീ ക്രൈസ്റ്റ്. ഞാൻ തന്നെ വാതിലാകുന്നു, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. എന്നെ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്നതിനെ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല, പരാജയമില്ല. അപ്പോൾ നമ്മുടെ ഫെയിലിയേഴ്സ് നമുക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഡോണ്ട് വറി, അതിന് നിരാശപ്പെടേണ്ട. അനേക വിശ്വാസികൾ നിരാശപ്പെട്ടിരിക്കുകയാണ്. ഒരു കാര്യം നടക്കുന്നില്ല, അത് നിന്റെ നേച്ചറാണ്. ക്രിസ്തു അതിന്റെ പരിപൂർണതയിൽ ആ പ്രത്യേക റിലേഷനിൽ നിന്നിൽ സോളില് പൂർണ്ണതയിൽ വെളിപ്പെട്ടിട്ടില്ല. നിന്റെ കുറ്റങ്ങളല്ല. നീ ജസ്റ്റ് സീ ക്രൈസ്റ്റ്. ലോർഡ്, ഇതിൽ എനിക്ക് ഈ പെർട്ടിക്കുലർ സബ്ജക്റ്റ്, നിങ്ങൾ ഏത് സബ്ജക്റ്റിലാണ് പരാജയപ്പെടുന്നത്, ഏത് സബ്ജക്റ്റിലാണ് നിങ്ങൾ പലപ്പോഴും തോൽവി സംഭവിച്ചു പോകുന്നത്, ജസ്റ്റ് സീ ക്രൈസ്റ്റ്. ലോർഡ്, ഈ ഒരു സബ്ജക്റ്റിൽ പെർട്ടിക്കുലർ സബ്ജക്റ്റ് നിങ്ങൾ വേണമെങ്കിൽ പേപ്പർ എടുത്ത് എഴുതി വെച്ചോളൂ. ഈ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റ് ഞാൻ പലപ്പോഴും പരാജയപ്പെടാണ്, എനിക്കിതിന് ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല. സീക്ക് ലോർഡ്, ഹെൽപ്പ് മീ. എനിക്ക് മനസ്സിലായി ഞാൻ ഇത്രയൊക്കെ ഉള്ളൂ. ഇതാണ് ഈ റോമാലേഖനം 8-ാം അധ്യായത്തിൽ മുഴുവനും, അതായത് ഒരു വേഴ്സ് 25 വരേക്കും എക്സ്പ്ലെയിൻ ചെയ്യുന്ന അതാണ്. ഞാൻ ഇന്ന് നമുക്കത് ജസ്റ്റ് ഒന്ന് വായിച്ചങ്ങ് പോകാം. ഇന്നലെ 5 to 8 നമ്മൾ വായിച്ചു, ഇന്ന് നമ്മൾ വചനം പഠിച്ച് പറയുകയും ചെയ്തു. ഇനി നമ്മൾ 10 to 14 ജസ്റ്റ് മേളിൽ ഞാൻ ആംപ്ലിഫൈഡ് ബൈബിൾ എന്നാണ് കോപ്പി ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് PDF ഫയൽ അയച്ചു വരുമ്പോൾ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. സോ ഞാൻ മലയാളത്തിലും ആവശ്യം വരികയാണെങ്കിൽ ആംപ്ലിഫൈഡ് ബൈബിൾ ഒന്ന് വായിക്കാം. വേഴ്സ് 10 ഓൺവേർഡ്സ്. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. യേശുവിനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ കണ്ടീഷനിലാണ്. ഇത് എപ്പിസ്കോപ്പൽ സഭകൾക്ക് അറിയുന്നില്ല. യേശുവിനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ, യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ഇത് ഒടുക്കത്തെ നാളിൽ നടക്കുന്ന സംഭവമല്ല. ഇപ്പോൾ നടക്കണം, ഒടുക്കത്തെ നാളിൽ നടക്കണം. ഇപ്പോൾ നടക്കാത്ത ഒന്നും ഇനി മുന്നോട്ട് നടക്കുകയില്ല. ഇപ്പോൾ എന്ത് നടന്ന് ഇപ്പോൾ നടക്കുന്നത്, നമ്മൾ ക്രിസ്തുവിനെ എത്രമാത്രം, നമുക്ക് കിട്ടുന്ന ഓരോ ഓപ്പർച്യൂണിറ്റിയിലും ക്രിസ്തുവിനെ നാം എത്രമാത്രം റിസീവ് ചെയ്യുന്നു, അതാണ് കൃപ പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുക എന്ന് പറയുന്നത്. ഇന്നലെ ഞാൻ പറഞ്ഞു, വീണ്ടും ജനം പ്രാപിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് മാത്രമേ റീസ്റ്റേറ്റഡ് ആകുന്നുള്ളൂ. നമ്മുടെ സോള് റീസ്റ്റേറ്റഡ് ആയിട്ടില്ല. നമ്മുടെ ബോഡിയുടെ റീസ്റ്റേറ്റ്മെന്റ് നടക്കുന്നത് കർത്താവ് ചെയ്യുന്നതാണ്. അത് അവന്റെ വരവിൽ അവൻ ചെയ്യുന്നതാണ്. എന്നാൽ സോളിന്റെ റീഫോർമേഷൻ നാം പരിശുദ്ധാത്മാവ് കൂടെ ചെയ്യേണ്ടതാണ്. പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് നമുക്ക് നമ്മുടേതായ വീക്ക്നെസ്സുകൾ, നമ്മുടെ പരാജയങ്ങൾ, നമ്മുടെ സെൽഫിന്റെ ഡിസയേഴ്സ്, സെൽഫ് എവിടെയെല്ലാം ലോക്കായി കിടക്കുന്നോ, ഏതെല്ലാം ബോണ്ടേജിൽ കിടക്കുന്നോ, ഏതെല്ലാം കാര്യങ്ങൾ നമ്മൾ താലോലിച്ചു കൊണ്ട് നടക്കുന്നോ, അത് നമുക്ക് വെളിപ്പെടുത്തി തരും. അതിന് പ്രതികൂല സാഹചര്യം ഉണ്ടാക്കും. ആ സാഹചര്യത്തെ കുറ്റം പറയണ്ട. ആ സമയത്ത് നിനക്ക് എന്താ വെളിപ്പെട്ട് കിട്ടുന്നേ, ആ വെളിപ്പെട്ട് കിട്ടുന്നതിന്റെ നേച്ചറിനെ നിന്റേതാണെന്ന് മനസ്സിലാക്കുക. അതിന് ശത്രുവിനെയോ പിശാചിനെയോ ഒന്നിനെയും ശാസിക്കേണ്ട. കർത്താവ്, എനിക്ക് മനസ്സിലായി, എൻ്റെ നേച്ചർ ഇതാണ്, എനിക്കിതിനെ ഓവർകം ചെയ്യണം. ഇതിനെ ഓവർകം ചെയ്യണമെങ്കിൽ ക്രിസ്തുവിന്റെ ആത്മാവ് നിന്നെ പ്രബലപ്പെട്ട് ആ റിസറക്റ്റീവ് പവർ വന്നേ ഒക്കെ ഉള്ളൂ. നീ വേറെ എന്ത് ചെയ്താലും നടക്കില്ല. ഇതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ഇതിനെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. ആശ്രയം, റിലയൻസ് ഓൺ ക്രൈസ്റ്റ്. ഇത് ശരിക്കും മനസ്സിലാക്കി എടുത്താൽ ഈ 8-ാം അധ്യായത്തിൽ വേഴ്സ് 1 തുടങ്ങി വേഴ്സ് 25 വരെ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് ജയജീവിതം കിട്ടും, അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോകും. ദൈവത്തിന്റെ ആത്മാവ് എപ്പോഴും റെഡിയാണ്. ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നത് നിങ്ങളെ തന്നെയും നിങ്ങൾ അത് അക്നോളജ് ചെയ്യുന്നുവെങ്കിൽ, അംഗീകരിക്കുന്നുവെങ്കിൽ, അതിന്റെ സമ്പൂർണ്ണ സൊല്യൂഷനായ ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവിന്റെ പുനരുദ്ധാന ശക്തി കൊണ്ട് നിങ്ങളെ നിറച്ച് നിങ്ങളെ ജയജീവിതങ്ങളാക്കും. ഇതാണ് ബൈബിൾ പഠിപ്പിക്കുന്ന മാർഗം. മറ്റു മാർഗങ്ങളൊന്നും ശരിയല്ല. പ്രവാചകന്മാരോ അല്ലെങ്കിൽ വിടുതൽക്കാരോ അല്ലെങ്കിൽ ശാപമഴിക്കുന്നവരോ ബന്ധനമഴിക്കുന്നവരോ ഇതൊന്നും വചനപ്രകാരമുള്ള കാര്യങ്ങളല്ല. നീ വ്യക്തിപരമായിട്ടും നീയും പരിശുദ്ധാത്മാവും ചെയ്യുന്ന കാര്യമാണത്. പേഴ്സണൽ റിലേഷൻ ആണ്. The covenant of grace, ഞാനിവിടെ താഴെ എഴുതിയിരിക്കുന്നത്, the covenant of grace between the believer and Christ resurrected. വേറൊരു പാസ്റ്ററോ വേറൊരു പ്രവാചകനോ എന്നതിന്റെ ഉടമ്പടിയല്ല. നീ വ്യക്തിപരമായിട്ട് ഉയർത്തെഴുന്നേറ്റമായ ക്രിസ്തുമായിട്ടുള്ള ഉടമ്പടിയാണ്. അപ്പോൾ ഹോളി സ്പിരിറ്റ് നിനക്ക് നിന്റെ വീക്ക്നെസ്, നിന്റെ പരാജയം നിനക്ക് വീണ്ടും വെളിപ്പെടുത്തുമ്പോൾ
ജസ്റ്റ് അക്നോളജ് ലോർഡ്, എനിക്ക് മനസ്സിലായി എന്റെ ഈ സ്വഭാവം വാഴുന്നുണ്ട്. അതിനുവേണ്ടി ഉപവസിക്കുകയോ അതിനുവേണ്ടി കരയോ കർത്താവ് എനിക്ക് മനസ്സിലായി. ജസ്റ്റ് അക്നോളജ്. അവിടെ ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിനെ സ്വീകരിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ നിർബന്ധിക്കും. ജസ്റ്റ് റിസീവ്, സൊല്യൂഷൻ സോൾവ് ആയി. നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത് നോക്ക്. ഇതാണ് യഥാർത്ഥ മാർഗം. ഇത് അനുഭവിക്കാത്തവർ പല പല ശുശ്രൂഷകളും ചെയ്യും, പലതും പ്രവർത്തിക്കും, പല പല തിയറികൾ എഴുതും. തിയറി ഇതെല്ലാം ഒരു നിലയ്ക്ക് നിൽക്കുമ്പോൾ ഈവൻ ഇറ്റ് ഈസ് റൈറ്റ്, ദൈവവചന പ്രകാരം തന്നെ ഇതുള്ളതായിരിക്കും. പക്ഷെ അത് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്, ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആണ്. അത് തിയറി ഇങ്ങനെ പഠിച്ച് പോവാം, ജ്ഞാനം വർദ്ധിക്കും, തലയ്ക്കകത്ത് ജ്ഞാനം വർദ്ധിച്ചു, വിശ്വാസത്തിൽ ഒന്നും ഉണ്ടാവില്ല. അത് എപ്പോഴാണ് മനസ്സിലാകുന്നത്? ടെംപ്ടേഷൻസ് വരുമ്പോൾ വീണ്ടും പരാജയം നടക്കും. കാരണം എന്താ? ക്രിസ്തുവിന്റെ പുനരുദ്ധാന ശക്തി വെളിപ്പെട്ടിട്ടില്ല. ആ പുനരുദ്ധാന ശക്തി വെളിപ്പെട്ടാൽ മരണം പോലും മുഖാമുഖം വന്നാൽ ആദ്യത്തെ പ്രാവശ്യം നിങ്ങൾ തീർച്ചയായിട്ടും ഭയപ്പെടും, പലതിലും ആശ്രയിക്കാൻ നോക്കും, അതൊക്കെ ഫെയിലാകും. ഒടുവിലെ കർത്താവേ നിന്റെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തു, മരിച്ചവരിൽ ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തു തന്നെ, മരണത്തെ ജയിച്ചവനായി ക്രിസ്തു തന്നെ നീ വെളിപ്പെടുകയും പിന്നെ നിന്റെ മുമ്പിൽ മരണം മുഖാമുഖം വന്നാൽ നീ പേടിക്കുകയില്ല. ഇതുപോലെ തന്നെയാണ് രോഗം, ഇതുപോലെ തന്നെയാണ് പാപം, പാപത്തിന്റെ അനേക ടെംപ്ടേഷൻസ്, വേൾഡിന്റെ അനേക ടെംപ്ടേഷൻസ്. ഒരു വസ്തു കാണുമ്പോൾ നാച്ചുറലായിട്ട് പെട്ടെന്ന് നമ്മളൊരു മോഹം വരും. അത് വേണോ വേണ്ടും തീരുമാനിക്കുന്നത് നിനക്ക് പരിശുദ്ധാത്മാവ് തരുന്ന ഇൻറ്റ്യൂഷൻ, നീ എങ്ങനെ ചെയ്യുന്നു. സ്തോത്രം. ഇപ്പോൾ നിങ്ങൾ നല്ല ഒരു സ്ട്രീറ്റിൽ കൂടെ നടന്നു പോവുകയാണ്, നല്ല റെഡിമെയ്ഡ് ഡ്രസ്സുകളുടെ ഒരു ഡിസ്പ്ലേ കാണുകയാണ്, നാച്ചുറലായിട്ട് ഒരു അട്രാക്ഷൻ വരും നിങ്ങളുടെ ഹൃദയത്തിൽ. ഞാൻ എക്സാമ്പിൾ പറഞ്ഞു തരികയാണ്. ഒരു അട്രാക്ഷൻ വരും, എനിക്ക് അതുകൊണ്ട് ഒന്ന് വാങ്ങിയാൽ എന്താ, അല്ലെങ്കിൽ വേറെ ആൾ ധരിച്ചു നടക്കുക എനിക്ക് അതുപോലെ ആയാൽ എന്താ. നിനക്ക് വേണമെങ്കിൽ നിനക്ക് നല്ലതെന്ന് തോന്നുന്നത് എന്റെ ദൈവം നിനക്ക് തന്നിരിക്കുന്നു. ഇഫ് യു സാറ്റിസ്ഫൈഡ് ഓൺ ദാറ്റ്, ലോർഡ്, എന്നെ സൃഷ്ടിച്ചവനായ ദൈവം, എന്നെ തന്റെ മാർഗത്തിൽ നടത്തുന്നവനായ ദൈവം ഏത് നല്ലതെന്ന് കണ്ട് ഏറ്റവും ശ്രേഷ്ഠമായത് എനിക്ക് തന്നിരിക്കുന്നു. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാൻ ദുബായിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു തേർഡ് ഹാൻഡ് ഫോർഡിന്റെ ഏതോ അതിന്റെ ബ്രാൻഡിന് മോണ്ടി എന്ന് പറഞ്ഞ കാർ, സെക്കൻഡ് ഹാൻഡ് അല്ല, തേർഡ് ഹാൻഡ്. അപ്പൊ ഞാൻ ദുബായിൽ ശുശ്രൂഷയ്ക്കൊക്കെ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ കൂടെ നല്ല നല്ല ലെക്സസിന്റെ കാറുകളും മെഴ്സിഡീസിന്റെ കാറുകളും ഇതുപോലെ നല്ല നല്ല ബ്രാൻഡ് ന്യൂ കാറുകളൊക്കെ, അവിടെ വേണ്ടത്ര കാറുകളുണ്ടല്ലോ. അപ്പൊ എൻ്റെ ഹൃദയത്തിൽ തോന്നിക്കും, നിനക്ക് പൈസ ഉണ്ട് കയ്യിൽ, നിനക്ക് എന്തുകൊണ്ട് വാങ്ങിക്കൂടെ അതുപോലത്തെ. ഞാൻ പറയും, എന്നെ സൃഷ്ടിച്ചവനായ ദൈവം, ഈ വേൾഡിനെ മുഴുവൻ പരിപാലിക്കുന്നവനായ ദൈവം ഈ ദുബായ് സിറ്റിയില് ഏറ്റവും നല്ലത്, എനിക്ക് വേണ്ടി ഏറ്റവും നല്ലതെന്ന് കണ്ടതാണ് ഈ തേർഡ് ഹാൻഡ് ഫോർഡിന്റെ മോണ്ടിയോ കാറ്. ഞാൻ അങ്ങനെ പറഞ്ഞോണ്ട് ഓടിക്കുക. സ്തോത്രം. അല്ല, അത് മാറ്റിയിട്ട് വേറെ എന്നെ മേടിക്കണമെങ്കിൽ മേടിക്കാം. ഒന്ന് ഈൽഡ് ചെയ്താൽ നമ്മൾ ദൈവകൃപ ചെയ്ത് 6.5 വർഷം അവിടെ ഉണ്ടായിരുന്നു. കർത്താവിന്റെ കൃപയിൽ ആ കാര്യം നല്ലവണ്ണം ഓടിക്കൊണ്ടിരുന്നായിരുന്നു. സ്തോത്രം. ഞാൻ എക്സാമ്പിൾ, എൻ്റെ തന്നെ എക്സാമ്പിൾ പറയാം. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ആ തോട്ടിന്, വേൾഡിന്റെ ഒരു ഇൻഫ്ലുവൻസ് വരുമ്പോൾ ആ തോട്ടിനെ എങ്ങനെയാണ് ജയിക്കുന്നത്? ഹോളി സ്പിരിറ്റ് നമ്മളെ സഹായിക്കും. നമ്മൾ സ്ലിപ്പാകാൻ പോയാലും ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വാണിംഗ് തരും. ആ വാണിങ്ങിന് ഈൽഡ് ചെയ്താൽ നിനക്ക് അതിന് ജയിക്കാൻ പറ്റും. ജയിക്കുന്ന എങ്ങനെയാ? ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു, ലോകത്തെ ജയിച്ചവനായ ക്രിസ്തു നിന്നെ വെളിപ്പെടുമ്പോൾ നിനക്ക് ലോകത്തെ വെറുക്കാൻ പറ്റും. അല്ലാത്തോടത്തോളം നമ്മുടെ ഈ സിൻഫുൾ നേച്ചറിന് ലോകത്തോടൊരു അറ്റാച്ച്മെന്റ് ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ പെട്ടെന്ന് വായിച്ചു പോകണേ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. സ്തോത്രം. ആകിയ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ഏതും തോട്ടത്തിൽ എന്തായിരുന്നു? നന്മത്തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തെ തിന്നുന്ന നാളിനെ മരിക്കും. യു ഷാൽ ഷുവർലി ഡൈ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ജഡത്തെ അനുസരിച്ച് ജീവിക്കുമെങ്കിൽ മരിക്കും നിശ്ചയം. അപ്പോൾ അതിനനുസരിക്കാതെ ആത്മാവ് തരുന്ന ഇൻഡ്യൂഷൻസ് പ്രാപിക്കുക എന്താ ബുദ്ധിമുട്ടുള്ളേ? നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമെന്ന് കാണുന്ന ഒരു ശരീരമാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് വേണ്ടത് എന്താ? ആഹാരം, പാർപ്പിടം, സ്തോത്രം, വസ്ത്രം. ഇതിനെക്കുറിച്ച് വിചാരപ്പെടേണ്ടെന്ന കർത്താവ് പറഞ്ഞിരിക്കുന്നത്. വിചാരപ്പെടേണ്ടത് നിങ്ങൾക്കൊന്നും കൂട്ടാൻ സാധ്യമല്ല. മത്തായി സുവിശേഷം എടുത്ത് വായിച്ചു നോക്കിയാൽ. എന്നാൽ നമ്മുടെ സ്വർഗസ്നായ പിതാവ് ഏറ്റവും ശ്രേഷ്ഠമായത് നിന്റെ സ്പിരിച്വൽ യാത്രയിൽ, ഈ മരുഭൂമി യാത്രയിൽ നീ വീണു പോകാതെ വണ്ണം
നിന്നെ നിത്യതയിൽ അക്കരെ എത്തിക്കാൻ തക്കവണ്ണം ഏത് ശ്രേഷ്ഠമായി തന്നിരിക്കുന്നു അതിൽ തൃപ്തിപ്പെടാം. യെസ്, എൻ്റെ കർത്താവ് തന്നിരിക്കുന്ന ഈ ബന്ധം, ഈ ഭവനം, ഈ കാര്യങ്ങള് എന്നെ മറ്റൊന്നോട് കമ്പയർ ചെയ്തിട്ടല്ല. യെസ്, ഇറ്റ് ഈസ് സഫിഷ്യന്റ് ഫോർ മീ. എൻ്റെ നന്മ കണ്ടിട്ട് എൻ്റെ ദൈവം എനിക്ക് തന്നിരിക്കുന്നതാണ്. ഇത് മനസ്സിലാക്കിയാൽ നല്ല ജയജീവിതം സാധിക്കും. അല്ലെങ്കിൽ ഞെരങ്ങിയുള്ള വിശ്വാസപാതിയായിരിക്കും, അങ്ങോട്ട് എത്തൂല. മിസ്രൈം വിട്ടുപോകുന്നു, കാരാദേശത്ത് എത്തിയില്ല. എത്ര 32 ലക്ഷം ആൾക്കാരാണ് മരുഭൂമിയിൽ ചത്തൊടുങ്ങിയത്. 32 ലക്ഷം പേര്. ഇതൊക്കെ നമുക്ക് ദൃഷ്ടാന്തത്തിനാണ്. ആത്മാവിനെ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. അതെന്നെ പറഞ്ഞു, ആത്മാവിനെ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നെങ്കിലോ. അത് ഇന്നലെ പൗലോസിന്റെ കാര്യം വായിച്ചത്. മറ്റുള്ളവരോട് സുവിശേഷം പറഞ്ഞിട്ടുണ്ട്, ഞാൻ തന്നെ നശിച്ചു പോകാതിരിക്കുകയാണെന്ന്. എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുകയാണ്. അവിടെ എന്ന് പറഞ്ഞത് സോമ എന്ന വേടല്ല ഉപയോഗിച്ചിരിക്കുന്ന, സോമ എന്ന വേട. പക്ഷെ ആ കോണ്ടസ്റ്റ് മനസ്സിലാക്കണം. അവന്റെ ഫ്ലഷിനെ എങ്ങനെയാ പട്ടിണിയിട്ടിട്ടല്ല. സ്തോത്രം. അങ്ങനെ വരുന്ന തോട്ട്സ് വരുമ്പോൾ ക്രിസ്തുവിന്റെ ആത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് അതിന് ക്രൂശിച്ചിടുക, അതിനെ നീക്കി കളയുന്നില്ല. സ്തോത്രം. ഇത് നല്ല ഈസിയായിട്ട് നമുക്ക് ജയിക്കാൻ സാധിക്കും. സ്തോത്രം. വേഴ്സ് 15 ഓൺവേഴ്സ്, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടത് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ എത്ര പ്രാപിച്ചത്. സ്തോത്രം. നാം ദൈവത്തിന്റെ മക്കൾ എന്ന് ആത്മാവ് താനും. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ദൈവത്തിന്റെ മക്കൾ എന്ന് ഞാൻ പല ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ടത്. ദ ചിൽഡ്രൻ ഓഫ് ഗാഡ് എന്ന് വേർഡ് ഉപയോഗിച്ചിരിക്കുന്നത് ടെക്ന എന്നൊരു ഗ്രീക്ക് പദമാണ്. ജസ്റ്റ് എ ബോൺ ചൈൽഡ്. ജസ്റ്റ് ബോൺ ചൈൽഡിന് അവകാശങ്ങൾ പ്രാപിക്കാനുള്ള പക്വത വന്നിട്ടില്ല. എന്നാൽ സൺ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നിടത്തൊക്കെയും ഹ്യൂസ് എന്നൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിതാവിനെ പോലെ സ്തോത്രം പക്വത വന്ന പുത്രൻ എന്ന അധികാരത്തില് അവർക്കാണ് അവകാശങ്ങൾ കിട്ടുന്നത്. അവിടെ വരേക്കുള്ള മൂവ്മെന്റ് ആണ് നമ്മുടെ ഈ മരുഭൂമി യാത്ര എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നാം യേശുവിനെ കർത്താവുമായി സ്വീകരിച്ചു, നമ്മുടെ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിച്ചു. അത് നമ്മൾ അനുസരണ, ഫസ്റ്റ് ഒബീഡിയൻസ് ആയിരുന്ന വിശ്വാസ സ്നാനം നമ്മൾ ഏറ്റെടുത്തു. നമ്മൾ തയ്യാറാണ്. ഇടുക്കുമുള്ള വാതിൽ കണ്ടെത്തി, ക്രിസ്തു എന്ന ഇടുക്കുമുള്ള വാതിൽ കണ്ടെത്തി. ഇനി ഞെരുക്കുമുള്ള പാതിൽ കൂടെ നടക്കാൻ ഞാൻ തയ്യാറാണ്. എന്നെ സ്നേഹിക്കുന്ന പിതാവ് എനിക്ക് യോഗ്യമായത് എന്ത് നല്ലതെന്ന് കണ്ടു തന്നത് മതി, എനിക്ക് മറ്റൊന്നിന്റെ മോഹങ്ങൾക്കനുസരിച്ച് വേണ്ട എന്നുള്ള തീരുമാനത്തോടെ മുന്നോട്ട് പോകുമ്പോൾ സ്തോത്രം, നമ്മളെ ഈ ചിൽഡ്രൻ ഓഫ് ഗോഡ്, അത് ജസ്റ്റ് ബോൺ ചൈൽഡ് എന്ന അവസ്ഥയിൽ നിന്നും നമ്മളെ ഹ്യൂയോസ് പുത്രത്വം പ്രാപിക്കുന്ന, പിതാവിനോട് തതുല്യമായിട്ടുള്ള മച്യൂരിറ്റി വന്ന പുത്രത്വം പ്രാപിക്കുന്നവോളം നടക്കുന്ന പാതയാണ് ഈ മരുഭൂയാത്ര എന്ന് പറയുന്നത്. അത് വലിയ കഷ്ടപ്പാട്. നിങ്ങൾക്ക് വ്യാജമായ അനേക പ്രസംഗങ്ങൾ കേൾക്കാം, ഇമോഷണലായ പ്രസംഗങ്ങൾ കേൾക്കാം, കാതിന് കുളിർപ്പ് വരുന്ന പ്രസംഗങ്ങൾ കേൾക്കാം, ഇതിനൊക്കെ ഡൈവേർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ കേൾക്കാം. പക്ഷെ നടക്കുന്ന കാര്യം ഇതാണ്. നീ വീണ്ടും ജനനം പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ടെക്ന, ദൈവ കുടുംബത്തിൽ ജനിച്ച ജസ്റ്റ് ഒരു ശിശു. നമ്മുടെ ഭൗതികമായ വിഷയം തന്നെ വായിച്ചു നോക്കൂ. നമ്മുടെ കുടുംബത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചാൽ അതിന് ആദ്യമായിട്ട് കെയർ കൊടുക്കണം, വളരെ സൂക്ഷ്മതയോടെ പരിപാലിക്കണം. അത് ലളിതമായ ആഹാരങ്ങൾ, ലിക്വിഡ് ഫുഡ്സ് കഴിക്കും. പിന്നെ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് അല്പമായിട്ടുള്ള സോളിഡ് ഫുഡ് കൊടുക്കും. മുന്നോട്ട് വളർന്ന് വന്നൊരു 10-20 വയസ്സൊക്കെ ആകുമ്പോഴേക്കും തന്നെ കുക്ക് ചെയ്യാനും ആഹാരം കഴിക്കാനും നന്മ തിന്മകൾ തിരിച്ചറിയാൻ സാധിക്കും. ആപത്തുകൾ എന്താണ്, അപകടങ്ങൾ എന്താണ് തിരിച്ചറിയാൻ സാധിക്കും. മോറൽ സൈഡ് ക്ലിയർ ആകും. നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് ഇതിൽ തെറ്റിക്കഴിഞ്ഞാൽ എന്താ ഇവിടെ തെറ്റിപ്പോകും. ഇതേപോലെ തന്നെയാണ് ആത്മീയ കാര്യം. അങ്ങനെ ഒരു 10-20 വയസ്സ് വന്ന് കുടുംബത്തിലെ പക്വത നമുക്ക് പിതാക്കന്മാർ മുഖാന്തരം കിട്ടിയതായിട്ടുള്ള അവകാശം അവനെ ഏൽപ്പിച്ചു കൊടുത്താൽ നശിപ്പിച്ച് കളയുകയില്ല എന്നൊരു ബോധ്യം വരുമ്പോഴാണ് അവന് അവകാശം കൊടുക്കുന്നത്. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ആരെങ്കിലും വേണ്ടി അവകാശം കൊടുക്കും. ഇത് തന്നെയാണ് നാം അവനോട് കൂടെ, നമുക്ക് 17 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന് അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ നാം അവനോട് കൂടെ തേജസ്വീകരിക്കപ്പെടേണ്ടതിന് അവനോട് കൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. എന്തിനാ കഷ്ടം തരുന്നത്? കഷ്ടം നമ്മളെ കഷ്ടപ്പെടുത്തി ഇല്ലായ്മയാക്കാനല്ല. നമ്മളെയുള്ള വീക്ക്നെസ്, നമ്മളെയുള്ള ഫെയിലിയേഴ്സ് നമുക്ക് മനസ്സിലാക്കി അതിന്റെ സമ്പൂർണ്ണ സൊല്യൂഷൻ ആയിരിക്കുന്ന ക്രിസ്തുവിനെ, അതിന്റെ പുനരുദ്ധാന ശക്തിയെ തന്നെ ഓരോരോ റിലേഷനിലും നമ്മുടെ സോളിലേക്ക് വെളിപ്പെടുത്തി പക്വത പുത്രത്വത്തിന്റെ മുന്നിലോട്ട് കൊണ്ടുവരാം. ഇന്ന് ചർച്ച് ഓഫ് ക്രൈസ്റ്റിന് ദൈവസഭയ്ക്ക് സംഭവിച്ചിരിക്കുന്നത്, ഇപ്പോൾ ജനിക്കാത്ത ഡ്യൂപ്ലിക്കേറ്റുകൾ കുറെ ഉണ്ട്. അത് വേറൊരു സൈഡ്.
ദാസി പ്രസവിച്ച അനേക കൗലയുടെ പുത്രന്മാർ ഇതിനകത്ത് കയറി വന്നിട്ടുണ്ട്. അത് വേറെ സമ്മിശ്ര ജാതികളായിട്ട് വന്നിരിക്കുന്നത്. അല്ലാതെ തന്നെ ദൈവ കുടുംബത്തിൽ വചനപ്രകാരം ജനിച്ചവരെ തന്നെ ഇതാണ് ശരിയായ പാത എന്ന് പറഞ്ഞ് പുത്രത്വത്തിന്റെ പക്വതയിലേക്ക് കൊണ്ടുവരാൻ ഉപദേശങ്ങൾ പഠിപ്പിക്കുന്നില്ല. അത് ബൈബിൾ കോളേജുകൾ പോലും പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. കുറെ ബൈകാട്ട് പ്രസംഗങ്ങളും കുറെ തന്ത്രങ്ങളും സൂത്രപതികളൊക്കെയും ചർച്ചിന് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, അഡ്മിനിസ്ട്രേഷൻ ആളെങ്ങനെ കൂട്ടാം, ഇവ കാര്യങ്ങൾ പഠിപ്പിച്ചു വിടുകയാണ്. ഒരു ചൈൽഡ് ഓഫ് ഗാഡിന്, ഇപ്പോൾ ജനിച്ച ഒരു ശിശുവിന് അവകാശം പ്രാപിക്കത്തക്കവണ്ണ പുത്രത്വത്തിലേക്ക് എങ്ങനെ വളർത്തിക്കൊണ്ടുവരാം. ഇതാണ് ക്രിസ്തു എന്ന തലയോളം വളരുക, ദൈവത്തിന്റെ സകല നിറവോളം നിറഞ്ഞു വരിക എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതിന് നാം ഓരോരുത്തരും ദൈവത്തിന്റെ ആത്മാവിന് ഈൽഡ് ചെയ്തേ പറ്റുള്ളൂ. നമ്മളിലുള്ള ഹ്യൂമൻ നേച്ചർ മനസ്സിലാക്കി തരുമ്പോൾ അതിന് മറ്റാരെയും സാഹചര്യത്തെ കുറ്റം പറയുന്ന എൻ്റെ സ്വഭാവം ഇതാണ്, എന്നിൽ ഈ കുറവുണ്ട്, എന്നിൽ ഈ ഫെയിലിയർസ് ഉണ്ട്, ലോർഡ് എനിക്ക് മനസ്സിലായി. ഇതിനെ റീപ്ലേസ് ചെയ്യാൻ ഒരേ മാർഗമുള്ളൂ, ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തുവിന്റെ പുനരുദ്ധാന ശക്തി നിന്നിലേക്ക് വെളിപ്പെടണം. അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം സ്വീകരിച്ചതല്ലയോ? യെസ്, ശരിയാ. അപ്പൊ നീ സ്വീകരിച്ചെന്താ? നിന്റെ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം പ്രാപിക്കുന്ന യേശു എന്ന റിലേഷനിലായുള്ളൂ. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് യേശു എന്ന് പേരിടണം. നീ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചു. പാപത്തിന് ടെംപ്റ്റേഷൻ ചെയ്ത പലതുപോലെ കള്ളു കുടിക്കാൻ പോകുന്നില്ല, പഴയതുപോലെ കണ്ടതും കിട്ടുമൊക്കെ വലിച്ചു വാരി തിന്നുന്നില്ല, കണ്ടതുപോലെ നിന്റെ നാവിനും വായിക്കും ചെവിക്കും പരിശോധന വരാത്തതുപോലെ സംസാരിക്കുന്നില്ല, കേൾക്കുന്നില്ല. എന്തുകൊണ്ടാ? നിന്റെ ഉള്ളിൽ ഒരുവൻ വന്നു, അവൻ നിന്നെ സോളിൽ നിയന്ത്രിക്കാൻ തുടങ്ങി. ഇനിയും നിന്നിൽ മറഞ്ഞു കിടക്കുന്നതായ പല കാര്യങ്ങളുണ്ട്, നിനക്ക് പരിശുദ്ധാത്മ വെളിപ്പെടുത്തി തരുമ്പോൾ അതിനെ ഈടുക ചെയ്യാൻ മറ്റാരെയും കുറ്റം പറയണ്ട. കർത്താവ് എനിക്ക് മനസ്സിലായി, ഐ നീഡ് യു. ഈ കാര്യത്തെ എനിക്ക് ഓവർകം ചെയ്യാൻ എനിക്ക് ഉയർത്തെഴുന്നേറ്റവനെ ക്രിസ്തുവിനെ തന്നെ വേണം. ആ പെർട്ടിക്കുലർ റിലേഷനിൽ സ്തോത്രം. അപ്പോൾ കർത്താവിന്റെ ആത്മാവ് മനസ്സിലാക്കും, യെസ്, അങ്ങനെയാണ് നീ, അങ്ങനെയല്ലയോ പാപത്തെ വിട്ടുപോകുന്നത്, അങ്ങനെയല്ലയോ വലിയ വലിയ പള്ളികളും പാരമ്പര്യങ്ങളുമുള്ള വലിയ വലിയ സംഭവങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് കളഞ്ഞു പോകുന്നത്. ഇനിയുള്ള പാതയിൽ പിന്തിരിയേണ്ട ആവശ്യകത എന്തോ ഉള്ളത്, മടുത്തു പോകേണ്ട ആവശ്യകത എന്തോ ഉള്ളത്. അനേകരുടെ മടുത്തു പോകുന്നത് എത്ര പ്രാവശ്യമാണ്? ബിക്കോസ് യു ആർ നോട്ട് യീൽഡിംഗ് ടു ദ ഹോളി സ്പിരിറ്റ്. ഓരോ റിലേഷനിലും പരിപൂർണതയിലേക്ക് വരണം. സ്തോത്രം. അങ്ങനെയാണ് യഥാർത്ഥ സുവിശേഷം, അങ്ങനെയാണ് ക്രിസ്തു എന്ന തലയോളം വളർന്നു വരുന്നത്. ഞാനിത് വെറുതെ തീരെ സ്ഥാപിക്കുകയല്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചുകൊണ്ടാണ് പറയുന്നത്. വലിയ വില കൊടുക്കേണ്ടി വരുന്നുണ്ട്. സ്തോത്രം. അപ്പോൾ ചിൽഡ്രൻ ഓഫ് ഗാഡ് എന്ന് പറഞ്ഞാൽ ടെക്ന ഓഫ് ഗാഡ് എന്ന പദവിയിൽ നിന്ന് വ്യൂസ് എന്ന പദവിയിലേക്ക് വരണമെങ്കിൽ ക്രിസ്തുവിനോട് കൂടെ കഷ്ടം അനുഭവിച്ചാലേ പറ്റുള്ളൂ. കഷ്ടതകൾ വരുമ്പോൾ നിന്നെ തകർക്കുവാനല്ല, നിന്നെ നശിപ്പിക്കുവാനല്ല, നിന്നെ തള്ളിക്കളഞ്ഞിട്ടല്ല, അവന്റെ ഉള്ളം കയ്യിൽ വെച്ചിട്ട് നിന്റെ ഹ്യൂമൻ നേച്ചർ നിനക്ക് വെളിപ്പെടുത്തി തരുവാനാണ്. അത് രോഗമായിക്കോട്ടെ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളായിക്കോട്ടെ, നിന്ദയായിട്ട്, പരിഹാസങ്ങളായിക്കോട്ടെ, ഉപദ്രവങ്ങളായിക്കോട്ടെ, എന്തു തന്നെ വന്നാലും ലോർഡ്സ് ഐ ജസ്റ്റ് സീക്ക് യു, ഹെൽപ്പ് മീ എന്ന് പറഞ്ഞാൽ കർത്താവ് ഹെൽപ്പ് ചെയ്യും. നീ ഒരു റിലേഷനിൽ പരിപൂർണത വന്നാൽ പിന്നെ നിനക്ക് അതിന് ടെംപ്റ്റേഷൻസ് ഇല്ല. അത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് 5-ാം അധ്യായത്തിന് 3-ാം വാക്യത്തോടെ ഈ കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു. ഓരോ വിശ്വാസികളും എത്ര ആത്മാക്കളെ നേടിയതല്ല കർത്താവ് നോക്കുന്നു, ആത്മാക്കളെ നേടുന്നത് കർത്താവിന്റെ പരിപാടിയാ. നീ എത്രമാത്രം സിദ്ധത പ്രാപിച്ചു എന്നാണ് ഓരോ നിമിഷവും ദൈവത്തിന്റെ ആത്മാവ് നിന്നെ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിന്റെ പ്രൈം റിക്വയർമെന്റ് എന്ന് പറയുന്നത് സിദ്ധത പ്രാപിക്കുക. എത്ര ആത്മാക്കളെ നേടിയതല്ല, നീ തന്നെ എത്രമാത്രം സിദ്ധത പ്രാപിച്ചു. കഷ്ടത സിദ്ധതയെ, കഷ്ടത സഹിഷ്ണുത സിദ്ധതയെ പ്രത്യാശയെ ഉളവാക്കുന്നു. അത് പിന്നെ ഭംഗം വരികയില്ല, അതിന് വേവറിങ്സ് ഇല്ല. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ് അതിന് വേണ്ടി ചിന്തിച്ചതാണ്. ഇനി നോക്ക്, സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ചിൽഡ്രൻ ഓഫ് ഗോഡിനെ അല്ല കാക്കുന്നത്. ഈ സർവ്വ സൃഷ്ടികൾ ഇന്ന് ഞെരങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചർച്ച് ഓഫ് ക്രൈസ്റ്റിന്റെ പുത്രത്വം, വ്യൂസ് എന്ന പദവിയിലേക്ക് അവകാശം പ്രാപിക്കാനുള്ള, സ്വർഗത്തിന് ഭൂമി സകലത്തെയും നിയന്ത്രിക്കുവാനുള്ള അധികാരം, ലോകത്തെ വിധിക്കേണ്ടുന്നവർ, ദൂതന്മാരെ വിധിക്കേണ്ടുന്ന പക്വതയിലേക്ക് വന്ന് നിങ്ങളുടെ സെൽഫിന്റെ ഇൻട്രസ്റ്റ് അനുസരിച്ചല്ല,
ദൈവത്തിന്റെ ഡിവൈൻ ലോയ്ക്ക് അനുസരിച്ച് കൊണ്ട് ലോകത്തെ ഭരിക്കേണ്ടവരാണ്. പത്രോസ് ചോദിച്ചപ്പോൾ കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങൾ 12 പേരും സിംഹാസനങ്ങളിൽ ഇരുന്ന് 12 ഗോത്രങ്ങളെയും ഭരിക്കും. യഹൂദ മതത്തിൽ നിന്ന് വന്നവർ 12 ഗോത്രങ്ങളെ, ഇസ്രായേലിലെ ഗോത്രങ്ങളെ ഭരിക്കട്ടെ. നമ്മൾ ജാതികളെ ഭരിക്കേണ്ടവരാ. ഈ ഒരു പക്വതയിലേക്ക് കൊണ്ടുവരുവാനാണ് ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മുമ്പിൽ നിന്റെ കുറവുകളെ നിന്റെ പരാജയങ്ങൾ നിനക്ക് വെളിപ്പെടുത്തി തരുന്നത്. അത് നിന്നെ തകർക്കുവാനല്ല. അത് മനസ്സിലായ ജസ്റ്റ് അക്നോളജ് ചെയ്യുക. മറ്റാരെയും സാഹചര്യത്തെ ഒന്നും കുറ്റം പറയേണ്ട. കർത്താവ് ഒരു സ്വഭാവം എന്നിലുണ്ട്, എനിക്കിത് മാറിക്കിടണം, എനിക്ക് ഇതിനോടുകൂടെ വാഴണമെങ്കിൽ ഇത് മാറണം, എനിക്ക് മനസ്സിലായി. ലോർഡ്, ഇതിന്റെ ഉയർത്തുന്നൊരു ശക്തി എനിക്ക് വേണം. ഉടനെ കിട്ടും. നിങ്ങൾ കണ്ണുയർത്തുന്നത് കൃപാസനത്തിലേക്കാണെങ്കിൽ ആ പുനരുദ്ധാന ശക്തി നിങ്ങളിൽ വരും. പിന്നെ അതേ സെയിം ടെംപ്ടേഷൻ നിങ്ങളുടെ മുമ്പിൽ വന്നാൽ നിങ്ങൾ വേവ് ചെയ്യുകയില്ല. ദൈവത്തിന്റെ ആത്മാവ് ഗതിഭേദങ്ങളാൽ ആച്ഛാദനമുള്ളവനല്ല. ടെംപ്ടേഷൻസ് വരുമ്പോൾ വേവ് ചെയ്യുന്നതല്ല. രോഗം വരട്ടെ, മരണമുഖാമുഖം വരട്ടെ, വേവ് ചെയ്യുകയില്ല, വിശ്വാസത്തെ പതറുകയില്ല, ഭയം വരികയില്ല. ഞാനതൊക്കെ എത്രയോ പ്രാവശ്യം അനുഭവിച്ചിട്ടാണ് പറയുന്നത്. എൻ്റെ ആളുകളായിട്ട് പരിചയമുള്ളവർക്ക് അതറിയാം. ആ റിലേഷൻ നിങ്ങൾ ഫുൾ പെർഫെക്ഷനിലേക്ക് വരാത്തതുകൊണ്ടാണ് ആ ഒരു ടെംപ്ടേഷൻ നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ ഭയപ്പെടുന്നത്. കാരണം ക്രിസ്തു അല്ല നിയന്ത്രിക്കുന്നത്, നിങ്ങൾ തന്നെ നിയന്ത്രിക്കാൻ നോക്കുന്നത്. നിങ്ങൾ തന്നെ നിയന്ത്രിക്കുന്നത് മാറിയിട്ട് ഉയർത്തെന്നിട്ട് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുക. മരിക്കണമെങ്കിൽ മരിക്കട്ടെ കർത്താവ്. ഞാൻ എൻ്റെ ഫസ്റ്റ് കൺവേർഷൻ ഞാൻ ചെയ്ത അതാണ്. ഫസ്റ്റ് കൺവേർഷനിൽ ഞാൻ മരണത്തിന് മുഖാമുഖം എത്തിയപ്പോൾ റെഡി. ഇന്ന് രാത്രി ഞാൻ മരിക്കുകയാണെങ്കിൽ അങ്ങനെയാട്ടെ, അല്ല നാളെ പ്രഭാതകാലത്ത് ഞാൻ എഴുന്നേൽക്കുകയാണെങ്കിൽ എൻ്റെ ആയുസ് മുഴുവൻ തന്നെ ഞാൻ സേവിക്കാമെന്നുള്ള ഒരു പ്രതിജ്ഞയോടു കൂടിയാണ് ഞാൻ മരിച്ച അവസ്ഥയിൽ നിന്ന് പൂർണ്ണമായിട്ടും ഒരു പുതു മനുഷ്യനായിട്ട് ഞാൻ വരുന്നത്. ഞാൻ ഇന്നും ആ നിമിഷങ്ങൾ ഓർക്കുന്നുണ്ട്. പിന്നെ എനിക്ക് മരണം വന്നാൽ എനിക്ക് ഭയമില്ല. കാരണം എന്താ? മരണത്തെ ജയിച്ചവൻ എന്നിൽ വസിക്കുകയാണ് ചെയ്യുന്നത്, ഞാനല്ല ചെയ്യുന്നത്. ഞാൻ സർട്ടിഫിക്കറ്റ് കൊണ്ട് നടക്കല്ല. മരണത്തെ ജയിച്ചവൻ എന്നിൽ വസിച്ചുകൊണ്ട് നമ്മൾ വ്യാപരിക്കുന്ന മരണത്തെ, ഈവൻ മറ്റു വിശ്വാസികളിൽ വ്യാപരിക്കുന്ന മരണത്തെ പോലും നമുക്ക് ജയിക്കാൻ സാധിക്കും. ഇതാണ് ക്രിസ്തുവിന്റെ ശരീരമാണ് സഭയുടെ ഔന്നിത്യം, ഗ്രേറ്റ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ സൃഷ്ടി, ഈ കാണുന്ന സൃഷ്ടി മുഴുവൻ ഞെരങ്ങിക്കൊണ്ടിരിക്കുന്നത് സന്ധ്യയായി കഴിഞ്ഞാൽ പക്ഷികൾക്ക് ഭയമാണ്. അവയുടെ കൂടുകളിൽ ഇരിക്കുമ്പോൾ അവയേക്കാൾ വലിയ പക്ഷികളോ മറ്റ് പാമ്പോ മറ്റു വന്യജീവികളോ അവയെ പിടിച്ചു തിന്നുമ്പോൾ നേരം വെളുത്തു ഞാൻ സന്തോഷത്തോടെ പാട്ട് പാടാൻ പറ്റുക. സ്തോത്രം. മനുഷ്യൻ പോലും ഇല്ലേ, ഇരുട്ടായി കഴിഞ്ഞാൽ ഇപ്പൊ വേണ്ടത്ര ലൈറ്റ് സംവിധാനങ്ങളുണ്ട്. സന്ധ്യയായി കഴിഞ്ഞാൽ കൂടാരങ്ങളിൽ വന്ന് പാർത്തു. എന്താ? വന്യജീവികളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകുമോ? സൃഷ്ടി പോലും ഈ ചർച്ച് ഓഫ് ക്രൈസ്റ്റിന്റെ ഹ്യൂയോസ് അല്ലെങ്കിൽ പുത്രത്വം എന്ന അവസ്ഥയിലേക്ക് വരും, അല്ലെങ്കിൽ ക്രിസ്തു എന്ന തലയോളം വളർന്നു വരുന്നത് നോക്കിക്കൊണ്ടിരിക്കുക. ഇത് വരാതിരിക്കാനാണ് ശത്രു ഈ ചർച്ചകൾക്കകത്ത് കടന്ന് ഭിന്നത, വൈരാഗ്യങ്ങൾ, സെൽഫ്, ഞാൻ, എൻ്റെ സഭ, ഇതെന്നുള്ള സകലം കൊണ്ടുവരും. ചർച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിപരമായി നിങ്ങളുടെ ഉള്ളിലാണ്. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം. IPC അല്ല ചർച്ച്, ചർച്ച് ഓഫ് ഗോഡ് അല്ല, ഷാരോൻ അല്ല, കത്തോലിക്കലല്ല ചർച്ച്. യുവർ സെൽഫ് ഈസ് ദ ടെമ്പിൾ ഓഫ് ഗോഡ്. ഇതിനകത്താണ് പണി നടക്കേണ്ടത്. സ്തോത്രം. ഇത് നല്ലവണ്ണം ഉറക്കുക. നിങ്ങളുടെ ചർച്ചിൽ എത്ര പേരുണ്ട്? എൻ്റെ ചർച്ച ഞാൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. എൻ്റെ ചർച്ച ഞാൻ ഒരുത്തം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഓരോരുത്തരും പറഞ്ഞു നോക്കി, എൻ്റെ ചർച്ച ഞാൻ ഒരുത്തം മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളവരെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് ആത്മീയ ബന്ധത്തിൽ കൊണ്ടുവരും, ആത്മീയ ഐക്യത്തിൽ കൊണ്ടുവരും, വണ്ണസിൽ കൊണ്ടുവരും. അവിടെ പിന്നെ ഞാൻ വലുത്, ഞാൻ ചെറുത് എന്നുള്ള പരിപാടികളൊന്നുമില്ല. അതൊക്കെ ഉള്ളത് പുറത്താ, ലോകത്തിലാണ്. ഇലക്ഷൻ മറ്റു കാര്യം നടക്കുന്നത് ലോകത്തിൽ, അതവിടെ നടക്കട്ടെ. സ്തോത്രം. അപ്പോൾ ഈ സൃഷ്ടി, നമ്മുടെ പുത്രത്വം, ക്രിസ്തു എന്ന തലയോളം നാം വളരുന്നത് നോക്കിക്കൊണ്ടിരിക്കുക. അത് നടന്നാൽ ഉടനെ കർത്താവ് വരും, ഉടനെ കാഹളം അത് കേൾക്കും. ഇത് ശത്രുവിന് അറിയാം. അത് കഴിഞ്ഞാലുള്ള ഡേറ്റ്സ് ജസ്റ്റ് കൗണ്ടഡ് ആണ്. 7 years ആന്റിക്രൈസ്റ്റ്. അത് കഴിഞ്ഞ് അവനെ പിടിച്ച് 1000 വർഷം ചങ്കല. അത് കഴിഞ്ഞ് 1000 വർഷം കഴിഞ്ഞ് അല്പസമയത്തേക്ക് തുറന്നു വിടും. പിന്നെ അവന്റെ അന്തിമ ന്യായവിധി അവനെയും അവന്റെ കൂടെ പ്രവർത്തിക്കുന്ന സകല ദുഷ്ടാത്മാക്കളുടെയും. ഇത് അവയ്ക്ക് നല്ലവണ്ണം അറിയാം. വിറച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. നീ ഒരു കഷ്ടതയിൽ കൂടെ കടന്നുപോയി, നീ ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിനെ പ്രാപിച്ച് നീ അത് ജയം പ്രാപിച്ച് അത് വിറക്കുകയാണ്. അപ്പൊ ശത്രു നിനക്ക് കഷ്ടത തരാൻ ഇഷ്ടമാണോ? നോ. നിന്റെ ദൈവമാണ് കഷ്ടത തരുന്നത്.
എന്തിനാ? നിന്റെ വീക്ക്നെസ് നിനക്ക് മനസ്സിലാക്കി തരാൻ. അതിലങ്ങ് നേരത്തെ വരുമ്പോൾ തന്നെ അങ്ങ് അംഗീകരിച്ചാൽ മതി, കർത്താവ് എന്റെ മിസ്റ്റേക്കാ. ഉടനെ ക്ലിയറായി. സ്തോത്രം. അതിൽ പരിപൂർണത വന്നിട്ടില്ലെങ്കിൽ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ആ ടൂളിന്റെ മൂർച്ച കുറച്ച് അകർത്ത് കൂട്ടും. ഒരു ചെറിയ ഡോസ് തന്നിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ കർത്താവ് എന്ത് ചെയ്യും? കുറച്ചും കൂടി ഉയർന്ന ഒരു ചൂടായിരിക്കും തരുന്നത്. ചിലപ്പോൾ നിന്ദയുടെ വാക്ക് ഇച്ചിരി കഠിനപ്പെട്ട വാക്കായിരിക്കും തരുന്നത്. ചെറിയൊരു നിന്ദ പറഞ്ഞപ്പോൾ നീ അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ നോക്കി. അവർ തെറ്റല്ല, അവരല്ലേ പറഞ്ഞത്, അവരല്ലേ കുറ്റക്കാര്. എന്താ പറഞ്ഞിരിക്കുന്നത്? എല്ലാ തിന്മയും കളവായിട്ട് പറയുമ്പോൾ സന്തോഷിച്ച് ഉല്ലസിപ്പാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന് വീൽഡാവുന്നില്ലെങ്കിൽ എന്താ? അതിനേക്കാളും വലിയൊരു നിന്ന, അതിൽ ഈൽഡാവുന്നതിന് അതിനേക്കാളും വലിയൊരു നിന്ന. അതായത് നിന്റെ റെസിസ്റ്റൻസ് പവർ താഴെ വെക്കുവോളം കർത്താവ് ഡോസ് കൂട്ടിക്കൊണ്ടേയിരിക്കും. അതിനേക്കാളും നല്ലത് ഫസ്റ്റ് ഇൻസ്റ്റന്റ് തന്നെ എൻ്റെ കർത്താവ് എനിക്ക് മനസ്സിലായി, ഞാൻ ഇതാ, പ്ലീസ് ചേഞ്ച് മീ, ഞാൻ ചേഞ്ച് ആവാൻ റെഡിയാവാം, പ്ലീസ് ഗിവ് മീ യുവർ റിസെപ്റ്റീവ് പവർ. ഇവിടെയാണ് ജയിച്ചത്. ഇതാണ് യഥാർത്ഥ മാർഗം, മറ്റൊന്നൊരു മാർഗങ്ങളല്ല. അപ്പൊ ഈ റോമാലേഖനം 8-ാം അധ്യായത്തിൽ നിങ്ങളൊരു 5-ാം വാക്യം തുടങ്ങി 25-ാം വാക്യം വരെ വായിച്ചാൽ, ഈ ഒരു അർത്ഥത്തിൽ വായിച്ച് അതിനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജയജീവിതമുണ്ട്. ഹോളി സ്പിരിറ്റ് നിങ്ങളുടെ കൂടെ നിൽക്കും. ഉയർത്തെഴുന്നേറ്റാണ് ക്രിസ്തുവിൻ നിങ്ങളുടെ സോളിൽ വെളിപ്പെട്ട് കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഭയമില്ല. സ്വർഗത്തിലും ഭൂമിയിൽ സകല അധികാരമുള്ളവരെ നിങ്ങളിൽ വാഴും. നിങ്ങളിൽ വാഴുകൊണ്ട് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തെ ഭൂരാജക്കന്മാർ അത് വാഴും. അധികാരികളെ വാഴും. അധികാരികൾ ദുഷ്ടപ്രവർത്തിയാൽ നിന്റെ ഒരു വാക്ക് കൊണ്ട്, നിന്റെ ഒരു ചിന്ത കൊണ്ട് അധികാരികളെ സ്ഥാനഭ്രഷ്ടരാക്കും. എന്നാൽ നീ ക്രിസ്തുവിൽ വസിക്കാതെ വെറുതെ കിടന്ന് ഒച്ച വെച്ചിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനത്തെ അനേക ശുശ്രൂഷന്മാരുണ്ട്. സാധാരണ ഞാൻ ബന്ധിക്കുന്നു, അറസ്റ്റ് ചെയ്യുന്നു, കെട്ടുന്നു, പൂട്ടുന്നൊക്കെ പറഞ്ഞാൽ അത് വെച്ചുമ്പോ കിടന്ന് പല്ല് കളയാന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ക്രിസ്തുവിലെ ഒരു റിലേഷൻ നീ പരിപൂർണതയായാൽ നീ പറയണ്ട, നീ അതിൽ വസിച്ചാൽ മതി. നീ അതിൽ വസിച്ചാൽ ആ ശത്രുവിനെ അറിയാം ഇവൻ ആരാണെന്ന്. സ്തോത്രം. അതായത് ഒരു പഴയ നിയമത്തിലൊരു ഈ ദാസന്മാരെ വിലയ്ക്ക് വാങ്ങുന്ന കാര്യത്തിൽ ഒരു ഉപദേശം പഠിപ്പിക്കുന്നുണ്ട്. ഒരു ദാസനെ വിലയ്ക്ക് വാങ്ങിയിട്ട് 7 വർഷം അവൻ ദാസി വേല ചെയ്തു. 7-ാമത്തെ വർഷം അവൻ സ്വതന്ത്രനായിട്ട് വിട്ടയക്കണം. അവന് വേണമെങ്കിൽ യജമാനൻ ഒരു ദാസിയെ, വിലയ്ക്ക് വാങ്ങിയ ഒരു ദാസിയെ ഭാര്യയായിട്ട് കൊടുക്കാം. അതിൽ നിന്ന് ചിലപ്പോൾ കുഞ്ഞുങ്ങളുണ്ടാകാം. അപ്പൊ ഇവന്റെ 7 വർഷം കഴിഞ്ഞ് അവൻ പോകുമ്പോൾ ഇവന്റെ ഭാര്യയായി കൊടുത്ത ദാസിയും കുഞ്ഞുങ്ങളും യജമാനുള്ളതാണ്. അവൻ പറയാണ്, ഞാൻ പോകുന്നില്ല, ഞാൻ എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും ഞാൻ എൻ്റെ യജമാനെ സ്നേഹിക്കുന്നു, ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ അവനെ കട്ടിലയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് കാത് കുത്തും. അത് കാത് കുത്തി കഴിഞ്ഞാൽ അവൻ്റെ അടയാളമാണ്. ഇതേപോലെയാണ് കർത്താവിനോട് ചേർന്ന് നിന്നാൽ. ഞാൻ എൻ്റെ ഏത് കണ്ടീഷനിലും ഞാൻ കർത്താവിനോട് ചേർന്ന് നിൽക്കും. ഞാൻ നിനക്ക് ശുശ്രൂഷ ചെയ്യും എന്ന് പറഞ്ഞ് നമ്മുടെ കാത് കുത്തിയ ശത്രുവിനെ അറിയാം, ഇവൻ ഇന്ന റിലേഷനിൽ തികഞ്ഞവനാ. ഇവന്റെ അടുത്ത് രോഗം കൊണ്ടുവന്നിട്ട് കാര്യമില്ല, ഇവന്റെ അടുത്ത് മരണം കൊണ്ടുവന്നിട്ട് കാര്യമില്ല, ഇവന്റെ അടുത്ത് നിന്ന് കൊണ്ടുവന്നിട്ട് കാര്യമില്ല, പരിഹാസങ്ങൾ ഉപദ്രവങ്ങളെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല. ഇതിനൊക്കെ ജയിച്ചവൻ ഇവന്റെ ഉള്ളിൽ വസിക്കുകയാണ്. അത് നിന്റെ സാധാരണ ജീവിതത്തിൽ കൂടെ വെളിപ്പെടും. ഇതാണ് ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഇതിന്റെ PDF ഫയൽ നിങ്ങൾക്ക് അയക്കും, നിങ്ങൾ വായിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഈ തീം നിങ്ങളുടെ ഹൃദയത്തിൽ ഇരുന്നാൽ നിങ്ങൾ വായിക്കണം. ഞാൻ അതിൻ്റെ ആംപ്ലിഫൈഡ് ബൈബിള് കോപ്പി ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷും മലയാളത്തിലുണ്ട്. മലയാളം വായിക്കാൻ അറിയത്തൊരു വേണ്ട, ആംപ്ലിഫൈഡ് ബൈബിള് വായിക്കുക. മലയാളം വായിക്കാൻ അറിയുന്നവർ ഇംഗ്ലീഷിൽ ആംപ്ലിഫൈഡ് ബൈബിളിനോട് വായിക്കുക. നിങ്ങളുടെ അർത്ഥം മനസ്സിലായി. ഇതിൻ്റെ തീം നിങ്ങളുടെ ഹൃദയത്തിൽ ഇരുന്നാൽ നിങ്ങൾക്ക് ഏത് പരിശോധന വന്നാലും, ഏത് പരീക്ഷ വന്നാലും നിങ്ങൾ തകരുകയില്ല. ഓഫ്കോഴ്സ് ഡിപ്രഷൻ ഉണ്ടാകും, ദുഃഖമുണ്ടാകും, ഭാരമുണ്ടാകും. അതാണ് നിങ്ങളെന്ന് പറയാം. അതാണ് ഞാൻ ഈ പറയുന്നത്. ആ ഉണ്ടാകുന്ന ഡിപ്രഷൻ, ആ ഉണ്ടാകുന്ന വേദന, അതാണ് നിങ്ങളുടെ നേച്ചർ. അതിനെ ഓവർകം ചെയ്യണമെങ്കിൽ ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തു നിങ്ങളുടെ വെളിപ്പെട്ടേ മതിയാകുകയുള്ളൂ. ഇതാണ് സുവിശേഷം എന്ന് പറയുന്നത്. ഇതാണ് ജനിച്ച ശിശു എന്ന അവസ്ഥയിൽ നിന്ന് പുത്രത്വം അവകാശിയായി തീരുവാനുള്ള, ക്രിസ്തുവിനോട് കൂടെ കൂട്ടവകാശിയായി തീരുവാനുള്ള, പുത്രത്വം പ്രാപിക്കാനുള്ള ഏക മാർഗം. ദൈവമായ കർത്താവ് ഈ വചനം നിങ്ങൾ ശക്തീകരിക്കട്ടെ. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തെ അനുഭവത്തിൽ കൊണ്ടുവരാൻ കോണം ഏൽപ്പിച്ചു കൊടുക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ നിത്യമായ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തെ വാഴ്ത്തുന്നു. നിന്റെ സ്നേഹത്തിനായി കരുതലിനായി സ്തോത്രം. കർത്താവേ, നിന്റെ ആത്മാവിനാൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ ജനത്തെയും, ഇനി യൂട്യൂബിൽ കേൾക്കുന്ന ഓരോ ജനത്തെയും വലങ്കൈ പിടിച്ച് നടത്തി ഈ പുത്രത്തിന്റെ അധികാരത്തിലേക്ക് പണിതെടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എളിയനോട് കർത്താവ് നീ കരുണ കാണിക്കുന്നല്ലോ.
ജനത്തോട് കൃപ കാണിക്കുമാറാകണമേ. നിന്റെ കൃപ കൂടാതെ സാധ്യമല്ല കർത്താവേ. ഭാരങ്ങൾ, പ്രയാസങ്ങൾ, നിന്ദകൾ, അപമാനങ്ങൾ നേരിടുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഭാരമുണ്ട്. ഞങ്ങളുടെ നേച്ചർ ഞങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടുന്നുണ്ട്, ഞങ്ങൾ അംഗീകരിക്കുന്ന കർത്താവ്. എന്നാൽ നീ ഗതിഭേദത്താൽ ആച്ഛാദനമില്ലാത്തവനാണല്ലോ. നീ തന്നെ ജനത്തെ വെളിപ്പെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ വരവിനായി ജനത്തെ ഒരുക്കിയാട്ട് തിരുനാമത്തെ മഹത്വപ്പെടുത്തുന്നു. ഇസ്രായേലിൽ നിന്റെ നാമത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ.